6:20 പ്ലാറ്റ്ഫോം നമ്പർ 1 കൃത്യസമയത്ത് പുറപ്പെടുന്നതായിരിക്കും. നമസ്കാരം. നിലമ്പൂരിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് ഒരു ആഗ്രഹം തോന്നിയതാണ് ട്രെയിനിലൂടെയുള്ള ഒരു ട്രാവൽ വ്ളോഗ് തുടങ്ങാമെന്നുള്ളത്. അപ്പം അങ്ങനെ പോകുന്നതാണ്. പരശുരാമ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ ഷൊർണൂർ ജംഗ്ഷൻ വരെ ഈ ട്രെയിനിൽ പോവും. അത് കഴിഞ്ഞ് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറി കയറും. ട്രെയിൻ പോകുന്ന വഴി വളരെ മനോഹരമായൊരു വഴിയാണ്. നല്ല കുന്നും മലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഈ സൈഡല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു നിൽക്കേണ്ടിരുന്നത്. കാരണം ഉത്രളിക്കാവ് അമ്പലമൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ്. ഞാനിപ്പോൾ ട്രെയിനിൻ്റെ ഡോറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത് റിസ്ക് ആണ്. ഡോറ് പെട്ടെന്ന് ഒന്ന് കാറ്റത്ത് അടിഞ്ഞു വന്നാലോ നമ്മുടെ ട്രാക്കിലേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. എങ്കിലും മനോഹരമായ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഞാൻ സീറ്റിലിരുന്നിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഈ ഒരു യാത്ര മുഴുവനായിട്ട്. നിലമ്പൂരിലേക്കുള്ള യാത്ര ഞാൻ പല വ്ളോഗർമാരുടെയും വ്ളോഗുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടം തോന്നിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇനി എങ്ങനെയാണ് ഇവിടുത്തെ വഴികൾ, അങ്ങനെ ട്രെയിൻ യാത്ര, അതൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മുടെ വെട്ടൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് കാണാൻ പറ്റുമോ എന്നുള്ളതും കൂടി നോക്കണം. അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ റെയിൽവേ വൈദ്യുതീകരിച്ചു. ഇതിന് മുമ്പ് വൈദ്യുതീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തും വളരെ മനോഹരമായിരുന്നു എന്നാണ് പറയുന്നത്. രണ്ട് സൈഡും തേക്ക് മരങ്ങൾ കൊണ്ട് മൂടിയ ഒരു സ്ഥലം. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു ട്രെയിൻ യാത്ര മഴക്കാലത്താണെങ്കിൽ അതിഗംഭീരമാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒക്കെ കണ്ടറിയണം. ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള ഒരു യാത്രയിലാണ്. നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ട് യാത്ര ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും നിലമ്പൂർ റോഡ് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തത്. തൃശ്ശൂർ മുതൽ ഷൊർണൂർ വരെ യാത്ര ചെയ്യുന്നതിൽ എനിക്ക് കാര്യമായിട്ട് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. പിന്നെ ആ ഒരു സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പോകുന്ന വഴിക്ക് ട്രെയിൻ നല്ല രീതിയിൽ നിറഞ്ഞ് കുത്തി തെറിച്ചിട്ട് തന്നെയാണ് പോകേണ്ടായിരുന്നത്. അത് ഞായറാഴ്ച ആയ കാരണമാണോ എന്താണെന്നറിയില്ല. എന്തായാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു നാട്ടിലെ ആൾക്കാർ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ട്രെയിനാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് പാടങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തേക്കിൻ്റെ മരങ്ങൾ കാണുന്നുണ്ട്. ഇനി കുറച്ചും കൂടിയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേക്കിൻ്റെ മരങ്ങൾ കുറേ ആയിട്ട് കാണാം. പിന്നെ ഇവിടെ പാതകളൊക്കെ ഇരട്ടിപ്പിക്കുന്ന പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം കുറേ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ വല്ല റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ വീതി കൂട്ടുന്ന പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ ഹിറ്റാച്ചി അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പണി നടക്കുന്ന കാരണം വീണ്ടും കുറേ മരങ്ങളൊക്കെ അവർ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സമയമൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗ് എടുക്കാനും അതേപോലെ തന്നെ നിലമ്പൂർ കാണാനും വേണ്ടിയിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് കാലം മുമ്പേ തന്നെ പോവേണ്ടതായിരുന്നു എങ്കിൽ മാത്രമാണ് നല്ലൊരു ഭംഗിയിൽ നമുക്ക് ആ ഒരു സ്ഥലം കാണാനും ആ യാത്ര ആസ്വദിക്കാനും കഴിയുമായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തി. കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് നല്ല റെയിൽവേ സ്റ്റേഷനായിട്ട് എനിക്ക് തോന്നിയത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. ബാക്കിയുള്ള സ്റ്റേഷനുകളൊക്കെ വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ വലിയ സ്റ്റേഷനുകളും, അതായത് അത്ര വലിയ സ്റ്റേഷനൊന്നും ഇല്ലെങ്കിലും കുറച്ചും കൂടി വലിയ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. ശരിക്കും ഞാനെന്നാൽ നിലമ്പൂരിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് കറങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയം, അതായത് ഞാൻ ഈ പോകുന്ന ട്രെയിനിൽ തന്നെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ അവിടേക്ക് എത്തും. പിന്നെ ഒരു 3-4 മണിയാകും. അങ്ങനെ 1/2 മണിക്കൂർ ഗ്യാപ്പിലാണ് ഈ ട്രെയിനിന് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അതായത് ഈ ട്രെയിൻ അവിടെ ചെന്ന് എത്തുന്നു, ഈ ട്രെയിനിൻ്റെ എൻജിൻ അവിടെ നിന്ന് ഊരിയിട്ട് ഇതിൻ്റെ പിന്നിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു, എന്നിട്ട് ഇത് വീണ്ടും തിരിച്ചിങ്ങോട്ട് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഷൊർണൂരിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ യാത്ര അവസാനിപ്പിക്കും. പിന്നെ അടുത്ത ട്രിപ്പ് വരുന്നത് നിലമ്പൂരിൽ നിന്ന് തുടങ്ങി പാലക്കാടാണ് അത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു യാത്ര വരുന്നത്. ഇനി നിലമ്പൂർ വരുമ്പോൾ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം, പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള കുറേ ട്രക്കിങ്ങോ അത് കാടുകളോ എന്തൊക്കെയോ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് പ്ലാൻ ചെയ്തിട്ട് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരണം. കാരണം ഈ ഒരു യാത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ പാതിരി. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ വെട്ടൻ സിനിമ ഷൂട്ട് ചെയ്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതേതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മേലാറ്റൂരാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കുഞ്ഞു റെയിൽവേ സ്റ്റേഷനാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്.
ശരിക്കും ഒരു ഗ്രാമത്തിലൂടെ ഒരു ട്രെയിൻ പോകുന്ന പോലെ ഉണ്ട്. ശരിക്കും ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ, നിലമ്പൂർ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ റെയിൽവേ ട്രാക്കില്ല, അനുമതിയൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെയാണ് ട്രെയിൻ സർവീസ് ഉള്ളത്. അതായത് നമ്മുടെ ഗുരുവായൂരിലേക്ക് പോകുന്ന പോലെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ട്രെയിൻ ഉണ്ട്. ഗുരുവായൂർ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വേറെ ട്രെയിനൊന്നുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് നമ്മുടെ കുറ്റിപ്പുറത്തേക്ക് അങ്ങനെ നീട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നിട്ട് കുറേ ആളുകൾ. അങ്ങനെ കുറച്ചധികം നേരം യാത്രയ്ക്ക് ശേഷം നിലമ്പൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ യാത്രയായിരുന്നു. പിന്നെ മഴയൊന്നും അധികമായിട്ട് പെയ്തൊന്നുമില്ല. ഞാൻ മഴ പെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. മഴ പെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാകുമായിരുന്നു യാത്ര. പിന്നെ എന്താ പറയുക, സ്ലീപ്പറിലൊന്നുമല്ലോ യാത്ര ചെയ്യുന്നത്, ജനറലല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആൾക്കാർ ബഹളം കാര്യങ്ങളൊക്കെ. ഇവിടെ ട്രെയിൻ നിർത്തുന്നില്ല. അതിനു മുമ്പ് കുറേ ആൾക്കാർ വന്നിട്ട് ട്രെയിനിൽ കയറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ട്രെയിൻ ഇവിടെ വന്ന് നിന്നതിന് ശേഷം ഏകദേശം ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. പക്ഷേ ആളുകൾക്ക് എന്താ പറയുക, സാധാരണ ഒരു സ്റ്റോപ്പിൽ നിർത്തുന്ന പോലെ തന്നെ ഇടിച്ച് കയറാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു കേട്ടോ, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് വണ്ടി എത്തി അതിൻ്റെ എൻജിൻ അവിടെ നിന്ന് ഊരി പിന്നിൽ വന്ന് ഘടിപ്പിച്ച് എന്നിട്ടൊക്കെയാണ് വണ്ടി ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാർക്ക് കയറിയിരിക്കാൻ പറ്റും. ശരിക്കും ഞാൻ ആ ഒരു എൻജിൻ ഊരി മറ്റൊരു ഭാഗത്ത് ഘടിപ്പിക്കുന്ന ആ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവിടെയുള്ള ആ ഒരു റെയിൽവേ അധികൃതർ അതൊന്നും സമ്മതിച്ചില്ല. ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ തടഞ്ഞു നിർത്തി. ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാർ ആ ഒരു വീഡിയോ എടുക്കാനും കാണാനും വേണ്ടിയിട്ട് അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തടഞ്ഞു, അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വലിയ സ്റ്റേഷനാണ്. ഇപ്പോൾ ഗുരുവായൂർ സ്റ്റേഷനൊക്കെ അപേക്ഷിച്ച് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ വളരെയധികം കൂടുതലായിട്ട് വരികയെന്ന് തോന്നുന്നു. കാരണം ഒരു പച്ചപ്പ് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ മഴക്കാലത്ത് പിന്നെ വേറൊരു രീതിയിൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ട് മാറുന്നുണ്ട്. അതായത് മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിനൊക്കെ വരുന്നത്. 20 പ്ലാറ്റ്ഫോം നമ്പർ 1 കൃത്യസമയത്ത് പുറപ്പെടുന്നതായിരിക്കും. താരതമ്യേന ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഏകദേശം ഒരു 2-3-4 ട്രാക്കുകളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. കുറച്ച് കാലം മുന്നേ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. ശരിയാണോ എന്നറിയില്ല. നല്ല മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത്രയധികം മരങ്ങളൊന്നും കാണാനില്ല. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കുറേ നടക്കുന്നുണ്ട്. കുറേ മരങ്ങളൊക്കെ വിട്ടിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും. ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോൾ ആ വണ്ടിയുടെ എൻജിൻ അഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവിടെ എത്തിയിട്ട് എൻജിൻ തിരിച്ച് ഈ വണ്ടിയുടെ മറ്റേ വശത്ത് ഘടിപ്പിക്കുന്നതും കണ്ടു. പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല. ഏകദേശം ഫ്രണ്ട് ഭാഗത്തുള്ളൊരു കമ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ജനറലാണ്. ജനറൽ മീൻസ് എല്ലാ കോച്ചുകളും ജനറലാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. 4:20-നാണ് ട്രെയിൻ എടുക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ 56-609. നിലമ്പൂർ റോഡ് പാലക്കാട് 56-608. ഇത്രയും സീറ്റുകളുണ്ടെങ്കിലും ഞങ്ങൾ സിംഗിൾ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇനി സിംഗിൾ യാത്ര. അവിടെ പച്ച സിഗ്നലൊക്കെ വന്ന് ഇനിയിപ്പോൾ വണ്ടി ഇപ്പോൾ പുറപ്പെടും. പച്ചക്കൊടി വീശുന്നത് കണ്ടോ? വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. കുടുംബക്കാരെല്ലാവരും കൈയെടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ യാത്ര അയക്കുന്നുണ്ട്. കണ്ടോ, അവിടെ പണി നടക്കുന്നു. ട്രാക്കൊക്കെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയ ട്രാക്ക് പണിയാനാന്ന് തോന്നുന്നു. ഇവിടെ നോക്കുമ്പോൾ നല്ല പച്ചപ്പ് കാണാം. ഇവിടെയുള്ള ഓരോ വീടുകളിലൊന്നും ഒരു തേക്കിൻ്റെ മരങ്ങളും ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. അത്രയും തേക്കുകളുണ്ട് അവിടെ. വലിയൊരു കുന്നുണ്ടല്ലോ ഇവിടെ. ഏതാണ് ഈ കുന്ന്? കണ്ടോ, മൊത്തം പാറയാണ്. ഇവിടെ നിന്ന് വലിയ കുന്നാണ്. ആ കുന്നത്ത് നിന്ന് മഴ പെയ്യണ കാണാൻ നല്ല രസം കേട്ടോ. അവിടെ അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. ആണിയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇത് ടൂർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനാണ്. അവിടെയൊക്കെ സ്റ്റേഷൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ്. അപ്പോൾ പണ്ട് കാലത്ത് എന്ത് നല്ല രസം ഉണ്ടായിരിക്കും. നമ്മുടെ വെട്ടൻ സിനിമയിലുള്ള സ്റ്റേഷൻ ഇവിടെ അടുത്ത് ഏതോ ഒരെണ്ണം ഉണ്ട് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാണുമ്പോൾ നിങ്ങൾക്കും തോന്നില്ലേ?